എല്ലാവർക്കും ശ്രേയാശ്രീക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഗെയിം ആയിട്ടാണ് നമ്മൾ വന്നിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങള് കുറെ നാളായി ഞാൻ ഗെയിം കളിച്ചിട്ട്, അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഗെയിം ആക്കാന്ന് ഞാൻ കരുതി. അപ്പൊ ഞാനും അച്ഛനും കൂടി ഉള്ള ഒരു ഗെയിമാണ്. എന്താന്ന് വെച്ചാ നിങ്ങൾക്കറിയാനോ അറിയത്തില്ല, നമ്മളെ ഓരോ നമ്മളെ അക്ഷരം പാ താ അങ്ങനെ വാ അങ്ങനെയൊക്കെ തരും. അപ്പൊ നമ്മള് ആദ്യം എന്റെ അടുത്ത് ചോദിക്കും അങ്ങനെ. അപ്പൊ നമ്മൾ തരുന്ന വാക്കുകൊണ്ട് ഓരോ സ്ഥലപ്പേരില്ലേ, തൊടുപൂര അങ്ങനെയുള്ള സ്ഥല പേര് നമ്മള് പറയണം. ഏത് അക്ഷരമാലയാട്ടോ അത് ആദ്യം തുടങ്ങുന്ന പേരൊക്കെ പറയണം. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഗെയിം ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ എന്റെ അച്ഛൻ എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കും, ഞാൻ നിങ്ങൾ കേട്ടാണേ. ഫസ്റ്റ് മോക്ക് തന്നെ ചാൻസ് തരാം. മോള് തന്നെ പറഞ്ഞു. ഒരക്ഷം പറഞ്ഞു. തൊടുപുഴ. ഇനി ഞാൻ പറട്ടെ. പാലക്കാട്. ഗുഡ്. ഇനി അടുത്ത എന്റെ അടുത്ത് പേര്. ആലപ്പുഴ. എന്റെ അടുത്തേക്ക് കാ. പറട്ടെ. കായംകുളം. അടുത്തത് മക്കള് ചോദിച്ചു. കായല്ല, ഒരു ഉച്ചാരണമുണ്ട്. പറളി. നമ്മള് പോയ സ്ഥലവാ. അത് പറഞ്ഞല്ലേ, പാലക്കാട് പറഞ്ഞല്ലേ. പാലക്കാട് ഇത് വേറെ സ്ഥലമാണ്. പറളി. അതും പാലക്കാട് ജില്ലയിലുള്ള സ്ഥലം. ഇനി ഞാൻ ചോദിക്കും അല്ലേ. ചോദിച്ചല്ലേ? ചോദിച്ചില്ല. ചോദിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ആൻസർ പറഞ്ഞു. ഞാനെങ്കിലും പറഞ്ഞേരെ, കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ ഗെയിം ഒന്നും അല്ലല്ലോ, ഒരു ടൈം പാസ് അല്ലേ. ടൈം പാസ് ആണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഹായ് തുമ്പ തോന്നി തെമ്പാനൂര്. തെമ്പാനൂരല്ല, തമ്പാനൂര്. നമ്മുടെ തലസ്ഥാനമാണ്. തലസ്ഥാനം എവിടെയാണെന്ന് അറിയാം? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്തിന്റെ പേരാണ് തമ്പാനൂർ കേട്ടാ. ഇനിയിപ്പോ ഇനി അടുത്ത ഞാനല്ലേ. അല്ല, എന്നോട് ചോദിച്ചു. ഞാൻ മക്കളെ ചോദിക്കാവേ. അല്ലല്ല, വേറെ സ്ഥലം. നമ്മളിപ്പോ നിക്കുന്ന സ്ഥലമാണത്, നമ്മള് താമസിക്കുന്ന സ്ഥലമാണ്. പാമ്പാടി. അങ്ങനെ അത് ചോദിക്കാം. വേറെ ചോദിക്കാം. ഞാൻ ചോദിച്ചു. മക്കള് ചോദിച്ചില്ലല്ലോ. കേട്ടില്ല. ചോദിക്കേ അടുത്ത പേര്. ഒരു ഉമ്മ വന്നേ, അപ്പൊ ചാർജ് വരും. ഏതെങ്കിലും ഒരു അക്ഷരം പറ. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ. കണ്ണൂര്. കിട്ടിയില്ലേ? ഇനി അതേപോലെ തന്നെ ഞാനും കായല്ല, കോ. കോ കിട്ടുന്നില്ല. കോയോ കിട്ടുന്നില്ല. കോ അല്ലേ? കോ. നമ്മള് പിന്നെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു ജീവിയുടെ പേരുമായിട്ടൊക്കെ സാമ്യം വരും ഈ സ്ഥലത്തിന്.
അത് ആ സാധനം പിന്നെ മുട്ടയൊക്കെ തരും. കോഴി. അതൊരു ക്ലൂ. അതാണ്. പക്ഷേ പിന്നെ അത് താമസിക്കുന്ന കോഴിക്കോട്ടില്ലേ? അപ്പൊ കറക്റ്റായി. ചെറിയൊരു മാറ്റം വരുത്തിയാ മതി. കോഴിക്കോട്. കോഴിക്കോട്. അല്ലേ? കോഴിയായി, കൂടിന് പകരം കോടായി. കൂട് അതിന് സാമ്യം എന്നല്ലേ പറയുന്നത്. ഇനി അടുത്ത ഞാനാണോ? എളുപ്പമുള്ള അല്ലേ? അറിയാവുന്നല്ലേ അല്ലേ? പാ പറഞ്ഞല്ലേ നമ്മള് ഇല്ല ചോദിച്ചില്ല. അത് വേറെ. ഇത് എളുപ്പമാണ്. ഒറ്റ അക്ഷരം ഉള്ളൂ ഇതിന്റെ അടുത്തത്. കോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ അക്ഷരം കൊണ്ട് ആ സ്ഥലത്തിന്റെ പേര്. ഇന്നാള് കൊണ്ടുവന്ന കശുവണ്ടിയൊക്കെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. കശുവണ്ടി പരിപ്പില്ലേ? നാളെ നമ്മള് ആ വ്ലോഗിനകത്ത് കാണിച്ചില്ലേ? അത് അമ്മച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങി നമ്മള് പൊളിച്ചോണ്ടൊക്കെ കൊണ്ടുവന്ന് ഓർക്കുന്നില്ലേ? നിങ്ങൾ ഇപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്തേക്കണേ. ഇപ്പൊ അത് പറഞ്ഞു അത് വീഡിയോ പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ സ്ഥലത്തിന്റെ പേര് പറ. എന്തായാലും സാഹചര്യം കോഴിക്കോട്. കോഴിക്കോടല്ല. കോഴിക്കോടല്ലേ? അതല്ല ഞാൻ കോഴിന്ന് പറഞ്ഞത്. അതല്ലേ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അടുത്തത്. ഇനി കോ കഴിഞ്ഞാൽ ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ അടുത്തത്. ഒറ്റ അക്ഷരം. ക്ലൂ വല്ലതും ഉണ്ടോ? ക്ലൂ അതാണ്. അവിടെ നിന്നാണ് നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം വാങ്ങിച്ചോണ്ട്. ഇന്ത്യക്കാരല്ലോ നാടാണ്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജില്ല. തിരുവനന്തപുരം കഴിഞ്ഞ് രണ്ടാമത്തെ ജില്ല. കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് അങ്ങേയറ്റം അല്ലേ? ഇത് തെക്കേയറ്റം. അറിയില്ല. രണ്ടു പേർക്ക് പറയട്ടെ. കൊല്ലം. ആണോ? കൊല്ലത്ത് പോയിട്ടുണ്ടോ? എവിടെ? പിന്നെ നുണയൊക്കെ എന്തിനാ പറയുന്നത്? സോറി എന്റെ അച്ഛൻ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വാവുടെ എന്തൊരു സ്ഥലങ്ങളുണ്ടോ? പിന്നെന്ത്? വയനാട്. അവിടെ കുറുക്കനും കോരിയൊക്കെ ഉള്ളതാട്ടോ. ഓനയൊക്കെ ഉണ്ട്. ഓന പോവൻ. നിങ്ങള് വയനാട് പോയിട്ടുണ്ടോ ഗൈസ്? എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് പേടി ഇവിടെ പോവാൻ. അവിടെ കുറുക്കനും ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് കുറുക്കനും ആനയും. ഓക്കെ, വാക്കുട്ടി പറ. പറഞ്ഞു വയനാട് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു അല്ലേ? ഇതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗെയിം ചാവട്ടി കൊറേ ജില്ലയുണ്ടോ? ജില്ലയല്ല, സ്ഥലം. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? കുഞ്ഞു ക്ലൂ. മണിച്ചേട്ടൻ താമസിക്കുന്ന സ്ഥലമാണ്. മണിച്ചേട്ടൻ? അങ്ങനെ ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ. നാടൻ പാട്ട് പാടും മണിച്ചേട്ടൻ. മോൻ അറിയോ നടത്തില്ല. മോൻ ജനിച്ചപ്പോ മണിച്ചേട്ടൻ മരിച്ചു. സിംഗറാ ആള്? സിംഗറാണ്, ആക്ടറാണ്, നാടൻ പാട്ടൊക്കെ പാടുന്ന ആളാണ്. നിങ്ങൾ എന്റെ ഷോർട്സ് കാണാണെങ്കിൽ അറിയാം. നമ്മളെ ഇച്ചിരി ആൾക്കാര് കാണില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ കുറച്ച് കരോട്ടെ ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛനെ മേടിക്കാൻ നോക്കും. പിന്നെ അതൊക്കെ തിന്നുന്നില്ല. പറയാ ഏതായിരുന്നു അച്ഛൻ? ചെലമ്പാനൂര്. അതല്ല, അത് അങ്ങനെയാണ്. ചാലക്കുടി. ചാലക്കുടി അങ്ങനെ സ്ഥലം ഇല്ലല്ലോ. സ്ഥലമുണ്ട്, തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ പോയി കേട്ടിട്ടില്ല. ശരിയാണ്. അപ്പം അപ്പോ നമ്മളുടെ ഇത് ഗെയിം ഇതോടെ നമ്മുടെ ഗെയിം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മളെ കുറെ നാളായി കുറച്ച് ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഇന്നൊരു വീഡിയോ ചെയ്യാന്നായിരുന്നു ഗെയിം ആയിട്ട്. അപ്പൊ ഗെയിം കുഞ്ഞൊരു ഗെയിം ആയിരുന്നു. എനിക്ക് 3-4 മാർക്ക് പോയി. എന്റെ അച്ഛൻ ജയിച്ചു ഗൈസ്.
മോൻ കാണിച്ചു കൊടുത്തു. ഇതാണ് അച്ഛൻ ജയിച്ചു. പക്ഷെ നിങ്ങൾ നേരത്തെ നിങ്ങളൊരു സംഭവം കണ്ടില്ല, ഇങ്ങനെ ഉമ്മ. പക്ഷെ ഇത് ഉമ്മ അല്ല, എന്റെ അച്ഛന്റെ ഉമ്മ എന്നെ വലിച്ചിറക്കി മുറിച്ചു കളയുകയാണ്, കൊന്നു കഴിഞ്ഞ അങ്ങനെയുള്ള ഉമ്മ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടു അയ്യോ പാവ അച്ഛൻ നിന്ന് നോക്കണല്ലേ, വീഡിയോ എന്നെ കൊന്നു കളയുന്ന രീതിയിലാ. ആ ചോദൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ വീഡിയോയിൽ മാത്രം ഇങ്ങനെ ചക്കൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളല്ലേ. അപ്പം ഈ വീഡിയോ ഇതോടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ എന്നും വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ പറയുന്ന പോലെ ടാറ്റ ബൈ ബൈ ഉമ്മ. പിന്നെ നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പൊ ടാറ്റ ബൈ ബൈ ഉമ്മ.